my dear students, welcome back to our channel. Then നമ്മൾ ഇന്നത്തെ ടോപ്പിക്, അതായത് നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ICSE സിലബസിലെ തന്നെ ചാപ്റ്റർ 1 റാഷണൽ ഇറാഷണൽ നമ്പേഴ്സിന്റെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിലെ തന്നെ സ്ക്വയർ റൂട്ട്സ്, അതുപോലെ തന്നെ ക്യൂബ് റൂട്ട്സ്, ഇവയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. കാരണം എന്താണ്? നമുക്ക് √2 എന്ന് പറയുന്നതും അതുപോലെ √3 എന്ന് പറയുന്നതിനൊന്നും എക്സാക്റ്റ് ആയിട്ട് ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. അതായത് റാഷണൽ നമ്പേഴ്സിനെ പോലെ ഒരു ഓൾ നമ്പർ ആയിട്ടോ അങ്ങനെയോ ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു നമ്പർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. A non-terminating and non-recurring decimal is an irrational number. Non-terminating decimal എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് ഒരു എൻഡിങ് ഇല്ലാത്ത ഡെസിമൽ വാല്യൂസിനെ നമുക്ക് എന്തെന്ന് പറയാം? non-terminating decimal എന്ന് പറയാം. അതുപോലെ തന്നെ non-recurring decimal എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ non-terminating decimal, non-recurring decimalനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. നമുക്ക് നോൺ റിക്കറിംഗ് ഡെസിമൽ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. √3 + √5 ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? √3 + √5 എന്ന് പറയുന്നത് √3 + √5 എന്ന് പറയുന്നത് √8 എന്ന് എഴുതാവോ? എഴുതാൻ പാടില്ല. √5 + √3 എന്ന് പറയുന്നത് √8 എന്ന് നമ്മൾ സാധാരണ ഓൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഇറാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ക്യൂബ് റൂട്ട്സിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്സിലുള്ളതായിരിക്കാം, ഒരിക്കലും നമുക്ക് ആഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കത്തില്ല. Then next, √7 - √5 ഈസ് ഈക്വൽ ടു, 7ൽ നിന്ന് 5 പോയാൽ നമുക്ക് എന്തെന്നറിയാം? 2 എന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ റൂട്ട് കിടപ്പില്ലേ? ദെൻ √2 എന്ന് നമുക്ക് എഴുതാവോ? അതും എഴുതാൻ പാടില്ല. നമ്മൾ ഒരു ഇറാഷണൽ നമ്പേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? മൾട്ടിപ്ലൈ, മൈനസ് ചെയ്യാനായിട്ട് പാടില്ല. ഇറാഷണൽ നമ്പേഴ്സ് ആയ √7 ആൻഡ് √5 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സോ അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സബ്ട്രാക്ട് ചെയ്ത് ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഒരിക്കലും √2 എന്ന ആൻസർ എഴുതാൻ പാടില്ല. എന്നാൽ √5 + √5, ഇവിടുത്തെ രണ്ടിന്റെ റൂട്ടിനകത്തുള്ള നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം നമ്പർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ √5 + √5നെ എനിക്ക് എങ്ങനെ എഴുതാം? 2√5 എന്ന് എഴുതാം. അതായത് ഇതിന്റെ എക്സ്പോണന്റ് 1, ദാറ്റ് എക്സ്പോണന്റ് 1, അത് തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2√5 എന്ന് എഴുതാം. ഇത് കറക്റ്റ് ആണ്. റോങ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തുപോലെ എഴുതാം? √5 + √5 നമുക്ക് എങ്ങനെ എഴുതാം? 2√5 എന്ന മോഡലിൽ എഴുതാം. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് കണ്ടെത്തേണ്ടത് √48. √48ന്റെ വാല്യൂ, അതായത് √48ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് √48 എന്ന് പറയുന്നത് ഒരു വാല്യൂ നമുക്ക് അറിയോ? നമുക്ക് സ്ക്വയേഴ്സില് റൂട്ട് വരുന്നത് √48 വരുന്ന ഏതെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ലല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യും. ദെൻ 48നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 48 2ഉം എന്ത് ചെയ്യും? 2ൽ പോകും അല്ലെ? 4ഉം 8ഉം എന്ന ഡിജിറ്റ്സ് 2ൽ പോകും. 4ല് 2 ടൈംസ്, 8ലാണെങ്കിൽ 2 4 ടൈംസ്. ദെൻ നെക്സ്റ്റ് വീണ്ടും 2ൽ തന്നെ, 2ൽ 2 1 ടൈം, 4ലാണെങ്കിലോ 2 ടൈംസ്. ദെൻ നെക്സ്റ്റ് എന്തിൽ തന്നെ പോവാം? 2 12 എന്ന് പറയുന്നത് എത്ര ടൈംസാ? 6 ടൈംസ്. ദെൻ വീണ്ടും നെക്സ്റ്റ് 2ലാണെങ്കിലോ 6 എന്ന് പറയുന്നത് എത്രയാ? 3. ഇനി നെക്സ്റ്റ് എന്തിലേ പോകത്തുള്ളൂ? 3ൽ 3 എന്ന് പറയുന്നത് എന്തായി? 1 ടൈം ആയി അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് റൂട്ടിനകത്ത് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 3 എന്ന് എഴുതാം. നമുക്ക് ഫാക്ടറൈസ് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 3 എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് സ്ക്വയേഴ്സിന്റെ ഇത് അറിയാലോ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 എന്നറിയാം, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 എന്നറിയാം, 3
എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. റൂട്ട് എഴുതുമ്പോഴും അങ്ങനെ തന്നെയല്ലോ. 4 റൂട്ട് 1 റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ 1. റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ 2. അങ്ങനെ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് എന്താ 3 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 2ന്റെ പവർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 2നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 സ്ക്വയർ ആവുന്നത്. സോ 2 × 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും 4. അതേസമയം റൂട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? നേരെ തിരിഞ്ഞു വരും അല്ലേ. റൂട്ട് 4 എന്ന് പറയുന്നത് എന്താ 2 ആണ്. ദാറ്റ് ഈസ് നമ്മൾ റൂട്ടിനകത്ത് 2 ഉണ്ടെങ്കിൽ 2 അതായത് ഒരുപോലത്തെ നമ്പേഴ്സിന്റെ 2 വാല്യൂ, അതായത് 2 × 2 എന്ന് പറയുന്നത് എന്താണ് 4 ആണ് അല്ലേ. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4ന്റെ റൂട്ട് എന്താണ് 2. നെക്സ്റ്റ് 2 × 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 4 ആണല്ലേ. ഈ 2 × 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 4 ആണ്. അപ്പൊ 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താ ഇൻറ്റു 2 ഇൻറ്റു ആ 3 മാത്രമേ എവിടെ ഉള്ളൂ അല്ലേ. 3 ഒറ്റ നമ്പർ ആയിട്ട് കിടക്കുക. ദെൻ 3 അതേപടി എഴുതാം. 3 എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് 3. ബാക്കി 2 × 2 2 ആയിട്ട് നമ്മൾ എന്താ റൂട്ടിന് പുറത്തെടുത്തതാ. ദെൻ നെക്സ്റ്റ് 2 × 2 4. റൂട്ട് 4 എന്ന് പറയുന്നത് 2, അതും നമ്മൾ റൂട്ടിന് പുറത്തെടുത്തതാ. ദെൻ 3ക്ക് വാല്യൂ ഉണ്ടോ? 3ക്ക് നമുക്ക് പറയാൻ പറ്റുമോ? സോ 2 × 2 × റൂട്ട് 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4 റൂട്ട് 3. ഒന്നുകൂടെ പറയാം. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ദ സ്ക്വയർ റൂട്ട്സ്, അതായത് ഒരു നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്ന സ്ക്വയർ റൂട്ട് ആയാലും അതുപോലെ തന്നെ ക്യൂബ് റൂട്ട്സ് ആയാലും ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ അതുപോലെ തന്നെ നോൺ റിക്കറിംഗ് ഡെസിമലിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് root 2 is an irrational number. root 2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ്, നമുക്ക് 2 മെത്തേഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇറാഷണൽ നമ്പർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഡിവിഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ആൾട്ടർനേറ്റീവ് മെത്തേഡ്. ഫസ്റ്റ് നമുക്ക് ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റൂട്ട് 2 ഒരു ഇറാഷണൽ നമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, ദെൻ 2 എഴുതുക. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ അതുപോലെ വരയ്ക്കുക. ദെൻ 2ന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 എന്ന് പറയുന്ന ഒരു സ്മോളസ്റ്റ് നമ്പർ ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സീറോസ് കൊടുക്കാം. ഒരു പോയിന്റ് കഴിഞ്ഞ് എന്ത് കൊടുക്കുക, സീറോസ് എക്സെട്ര അപ് ടു സീറോസ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഈ 2 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. ഈ 2 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയറിനെക്കാളും ചെറുതായിട്ട് നിൽക്കുന്ന സ്ക്വയർ ഏതായിരിക്കും, 1 സ്ക്വയർ 1. അതായത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് വലുത്. അതിനേക്കാളും ചെറുതായിട്ട് നിൽക്കുന്ന ഒരു സ്ക്വയർ കൊണ്ട് വേണം നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് 2 സ്ക്വയറിനെക്കാളും 2നെക്കാളും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2നെക്കാളും സ്മോളസ്റ്റ് സ്ക്വയർ ആരാണ്, 1 സ്ക്വയർ അല്ലേ. 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1. ദാറ്റ് ഈസ് 1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഈ 1 തന്നെയാണ് ഞാൻ എവിടെ എഴുതുന്നത്, കോഷ്യന്റിലും എഴുതുന്നത്. ആ 1 തന്നെ ഞാൻ എന്ത് ചെയ്യണം, 2ൽ നിന്ന് മൈനസ് ചെയ്യുവാണ്. ദെൻ 1 കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ഈ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടിക്കഴിഞ്ഞു അല്ലേ. ദെൻ ഇവിടെയുള്ള 2 സീറോസ് ഫസ്റ്റ് ഞാൻ താഴെ ഇറക്കുക. ഫസ്റ്റ് എത്ര സീറോസ്, 2 സീറോസ് താഴെ ഇറക്കുക. ദെൻ 1 പോയിന്റ്. നെക്സ്റ്റ് ഈ 1 എന്ന് പറയുന്നത് ഈ 1 ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആ കോഷ്യന്റിലെ ആൻസർ എപ്പോഴും ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ 1 + 1 എന്ന് പറയുന്നത് എന്തായി, ഇവിടെ 2. 1 + 1 എന്ന് പറയുന്നത് എന്തായി, 2 ആയി അല്ലേ. ഇനി 100ല് എത്ര ടൈംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ 2 എന്ന ഡിജിറ്റിൻ്റെ കൂടെ ഞാൻ 1 കൊടുത്തു. അപ്പൊ അതെന്തായി, 21 ആയല്ലേ. 21 × 1 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക, ദാറ്റ് ഈസ് 21. നെക്സ്റ്റ് ഈ 2ന്റെ കൂടെ അടുത്ത് നമ്മുടെ നാച്ചുറൽ നമ്പർ ഏതാ, 2. ദെൻ 22 × 2 കൊടുത്ത് എത്ര കിട്ടും, 44.
then next 1 2 next ഏതാ 3 23 into 3 എന്ന് പറയുന്നത് എന്താ 69. then നമ്മൾ നോക്കുക 100-നെക്കാളും സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 100-നെക്കാളും സ്മോളസ്റ്റ് നമ്പർ ആയിട്ട് നിൽക്കണം. then next ഏതാ 24 into 4 എന്ന് പറയുന്നത് ഏതാ 96. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 25 into 5 എന്ന് പറയുന്നത് എന്തായിരിക്കും 125 ആയിരിക്കും. 125 എന്ന് പറയുന്നത് 100-നെക്കാളും വലുതാണ് അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ചെറിയ നമ്പർ ഏതെടുക്കും 24. അതായത് 2ന്റെ കൂടെ ഏത് നമ്പറാണ് നമ്മൾ ഏത് ഡിജിറ്റ് ചേർത്തപ്പോഴാണ് നമുക്ക് കിട്ടിയ 4 എന്ന ഡിജിറ്റ് അല്ലേ. ആ 4 ഞാൻ ഇവിടെയും കൊടുത്തു, അതുപോലെ തന്നെ കോഷ്യന്റിലും കൊടുത്തു. അപ്പൊ ഇവിടെ എത്രയാ 96. ഇനി ഈ 100-ൽ നിന്ന് എന്ത് ചെയ്യുക 96 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4 100-ൽ നിന്ന് 96 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ 4. then നെക്സ്റ്റ് സീറോസ് നമ്മൾ എന്ത് ചെയ്യാ അടുത്ത നെക്സ്റ്റ് സീറോസ് നമ്മൾ ഇവിടെ ഇറക്കാം. ദാറ്റ് ഈസ് 400 ആയില്ലേ. then ഇനി 400-ൽ ഇതുപോലെ തന്നെ ഇനി ഈ 24-ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണ്ടേ ഈ 4 അല്ലെ. കോഷ്യന്റിലെ 4 ആഡ് ചെയ്യുക. കോഷ്യന്റിലെ 4 ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടും. ഇനി നെക്സ്റ്റ് ഈ 28 വെച്ച് നമ്മൾ ഓരോ നാച്ചുറൽ നമ്പേഴ്സ് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. then 28-ന്റെ കൂടെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഞാൻ 1 കൊടുത്തു. 281 into 1 എന്ന് പറയുന്നത് 281. then next 282 into 2 എന്ന് പറയുന്നത് എത്രയാ കിട്ടിയേ 564 എന്ന വാല്യൂ 400-നെക്കാളും വലുതായത് കൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന വാല്യൂ ഏതായിരിക്കും 281 into 1 എന്നതായിരിക്കും. അപ്പൊ 28-ന്റെ കൂടെ 1 എന്ന ഡിജിറ്റ് ചേർത്തപ്പോഴാ നമുക്ക് എന്ത് കിട്ടിയത് ഇവിടത്തെ കിട്ടിയതല്ലേ. then 28-ന്റെ കൂടെ നമ്മൾ എന്ത് കൊടുത്തു 1 കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാ 281. then നെക്സ്റ്റ് അതേ നമ്പർ എവിടെയും കൊടുക്കുക കോഷ്യന്റിലും കൊടുക്കുക. then 400-ൽ നിന്ന് 281 സബ്ട്രാക്ട് ചെയ്യുക. സീറോസ് അടുത്തിറക്കുക. then ഇവിടത്തെ കോഷ്യന്റ് ഇപ്പൊ കിട്ടിയത് 1 അല്ലേ. ആ 1 ഇവിടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 282 എന്ന് കിട്ടും. ഇനി 282-ന്റെ കൂടെ ഏത് നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വാല്യൂ കിട്ടും നോക്കാം. നമുക്കിവിടെ നോക്കേണ്ടത് 11,900-നെക്കാളും സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കണം. 282-ന്റെ കൂടെ നമ്മൾ 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. 282 അതായത് 2821 into 1 എന്ന് പറയുന്നത് 2821. then നെക്സ്റ്റ് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ട് അങ്ങനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരേ ഓർഡറിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 11,900. ഈ 11,900-നെക്കാളും ചെറുതായിട്ട് നിൽക്കുന്ന വാല്യൂ ഇതിൽ ഏതുണ്ട് നമ്മുടെ ലാസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 14,000 ആണല്ലേ. അത് ഒരിക്കലും എന്തല്ല 11,000-നെക്കാളും ചെറുതല്ല വലുതാണ്. സോ നമ്മൾ എടുക്കുന്ന നമ്പർ ഏതാ 11,296 എന്ന വാല്യൂ ആയിരിക്കും. അത് ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാ കിട്ടിയത് ഏത് ഡിജിറ്റ് ചേർത്തപ്പോഴാ 4. then നെക്സ്റ്റ് 4 ഇവിടെ കൊടുക്കുക. നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ എഴുതുക 11,296. അതേ 4 തന്നെ നമ്മൾ എവിടെയും കൊടുക്കണം കോഷ്യന്റിലും കൊടുക്കണം. then നെക്സ്റ്റ് എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 406. then 604 എന്ന് നമുക്ക് കിട്ടി. then ഇവിടെ നമ്മൾ കോഷ്യന്റിൽ കൊടുത്ത ആ 4 എന്ത് ചെയ്യുക ഇവിടെ ആഡ് ചെയ്യുക. then നെക്സ്റ്റ് 2828 604-ന്റെ കൂടെ 2 സീറോസ് കൊടുക്കുക. then വീണ്ടും ഇതേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക. 2828-ന്റെ കൂടെ ഫസ്റ്റ് 1 കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് 1 to ഏത് വരെയാണോ നമുക്ക് ഇതിനേക്കാളും സ്മോളസ്റ്റ് വാല്യൂ കിട്ടുന്നത് അതുപോലെ അതുവരെ നമ്മൾ എന്ത് ചെയ്യുക റിപ്പീറ്റേഷൻ ചെയ്യുക. അങ്ങനെ 2828 into അതിൻ്റെ കൂടെ എന്ത് കൊടുത്തു 1 കൊടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28281 എന്ന് കിട്ടി. അതുപോലെ 2 3. ഇനി നോക്കിയേ നമ്മുടെ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ 60,400 അല്ലേ. സോ ഇവിടെ നോക്കിയേ 60,400-നെക്കാളും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതിലാ കിട്ടിയേ
then 2. സോ നമ്മളിവിടെ കൊടുക്കുന്നത് 2, അതുപോലെ കോഷ്യന്റിൽ 2, ദെൻ അവിടെ കിട്ടിയ വാല്യൂ നമ്മളിവിടെ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 5 6 5 6 4, then സബ്ട്രാക്ട് ചെയ്തപ്പോൾ 3 8 3 6 എന്ന വാല്യൂ നമുക്ക് കിട്ടിയല്ലേ. 3 8 3 6 എന്ന വാല്യൂ കിട്ടി. ഇനി നോക്കിയേ, ഇതുപോലെ തന്നെ എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമ്മൾ 0 കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാം √2 എന്ന് പറയുന്നത് എന്താ? √2 എന്ന് പറയുന്നത് ഇസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറയാം അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും എന്താ, നമുക്ക് കിട്ടിയ വാല്യൂ 1.4142 എക്സെട്ര. അതായത് ഒരിക്കലും ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റെപ്പ് എന്ത് ചെയ്യും, മുന്നോട്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വിഷൻ മെത്തേഡ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിയേ, √2 ആണ് നമ്മൾ ഇറാഷണൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ദെൻ 2 നമ്മൾ എഴുതി. 2നെ എന്ത് ചെയ്യുക, 2ന്റെ സ്ക്വയറിനെക്കാളും സ്മോളസ്റ്റ് സ്ക്വയർ ഉണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. ആ 1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ എവിടെയും കൊടുക്കേണ്ടത്, കോഷ്യന്റിലും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 2 മൈനസ് 1 എന്ന് പറയുന്നത് എന്താ, 1. ദെൻ നെക്സ്റ്റ് 2 zeros വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ദെൻ 100. ദെൻ ഈ 1 എന്ന് പറയുന്നത് നമുക്ക് കോഷ്യന്റിൽ കിട്ടിയ ആൻസറിനെ ഈ ഡിവിഡൻഡിൽ കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. 2 എന്ന് കിട്ടും. ആ 2ന്റെ കൂടെ നമ്മൾ ഓരോ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആയ 1 2 3 4 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2ന്റെ കൂടെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 21 ആവും. 21 × 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും, 21. അതുപോലെ 22 × 2 കൊടുക്കുമ്പോൾ 44. നെക്സ്റ്റ് അങ്ങനെ 100ൽ ചെറിയ വാല്യൂ കിട്ടുന്നവരെ, സ്മോളസ്റ്റ് വാല്യൂ കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതുപോലെ അപ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടി. ആ 4 എന്ന് കിട്ടിയപ്പോൾ നമുക്ക് ഏതിലാ 4, 24 × 4 ചെയ്തപ്പോഴാ എന്ത് കിട്ടിയത്, 96 കിട്ടിയത് അല്ലേ. ആ 4 ഞാൻ ഇവിടെ കോഷ്യന്റിലും എഴുതി, അതുപോലെ തന്നെ ഈ 2ന്റെ അടുത്തും കൊടുത്തു. ദെൻ ഈ കോഷ്യന്റിൽ അതേ 4 ഉണ്ട്. ഈ 4നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് 28 എന്ന് കിട്ടി. അതുപോലെ ഈ 100ൽ നിന്ന് 96 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, 4 കിട്ടി. ഇനി 2 zeros വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ 400 ആയി. വീണ്ടും ഈ 28ൽ നാച്ചുറൽ നമ്പേഴ്സ് 1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെ എക്സെട്ര. ദെൻ ഇതുപോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നത്. Therefore √2 is equal to 1.4142 etc. Therefore √2 എന്ന് പറയുന്നത് 1.4142 etc. Then √2 എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു, is an irrational number. or √2 എന്ന് പറയുന്നത് 1.4142 etc. നമുക്കിവിടെ എങ്ങനെയാണ് കിട്ടിയത്, √2 എന്ന് പറയുന്നത് ഒരു നോൺ എൻഡിങ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ആണ് അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള √2, ഈ √2 എന്ന് പറയുന്നത് നമ്മളൊരു റാഷണൽ നമ്പർ ആയിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതായത് ഈ √2 എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു റാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെയാ റിപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യത്തെ സെക്ഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാ, a/b എന്ന ഫോം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ p/q എന്ന ഫോമിലായിരിക്കും ഒരു റാഷണൽ നമ്പറിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ √2 എന്ന് പറയുമ്പോൾ ലെറ്റ് √2 ഈസ് എ റാഷണൽ നമ്പർ. √2 എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു റാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ therefore √2 is equal to എനിക്ക് എങ്ങനെ എഴുതാം, a/b. a/b എന്ന് പറയുന്നത് എന്താ, a/b is the element of integers and b is not equal to 0. b എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല, 0ക്ക് ഈക്വൽ ആകാൻ പാടില്ല. a/b എന്തിന്റെ എലമെന്റ്സ് ആണ്, ഇന്റിജേഴ്സിൽ വരുന്ന എലമെന്റ്സ് ആണ് a/b.
അതിലെ ബി ഡിനോമിനേറ്റർ പ്ലേസിലെ ബി എന്ന് പറയുന്നത് ഒരിക്കലും സീറോയ്ക്ക് ഈക്വൽ ആവാൻ പാടില്ല. റൂട്ട് 2 എന്ന് പറയുന്നത് എ ബൈ ബി ആയിട്ട് കൺസിഡർ ചെയ്തു. റൂട്ട് 2നെയും എ ബൈ ബിനെയും നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, അതായത് റൂട്ട് 2നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. ദാറ്റ് ഈസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ സ്ക്വയർ. റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 2നെ 2 തവണ എന്ത് ചെയ്യണം, നമ്മള് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂട്ട് ഓഫ് 4. റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ, റൂട്ട് 4 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം, 2 എന്നറിയാം അല്ലെ. സോ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, 2 ഈസ് ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം, എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. Then next a square is equal to e divided by b square ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഇൻറ്റു ആവും. സോ 2b square, that is equation 1. നമുക്ക് അങ്ങനെ equation 1 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്നെടുത്തു. അതായത് ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന ഫോം ഏതാ, എ ബൈ ബി. എ ബൈ ബി എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ എലമെന്റ്സ് ആണ്. സോ ബി എന്ന് പറയുന്നത് ഒരിക്കലും സീറോയ്ക്ക് ഈക്വൽ അല്ല. രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കിട്ടി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് 2ൽ എന്താവും, ഡിവിസിബിൾ ആവും അല്ലേ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഡിവിസിബിൾ ബൈ 2. therefore a എന്ന് പറയുന്ന എ സ്ക്വയർ ഡിവിസിബിൾ ആവുമെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2ൽ ആൽസോ ഡിവിസിബിൾ തന്നെ ആയിരിക്കും. സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയറിൽ എ എന്ന് പറയുന്നത് 2ൽ ഡിവിസിബിൾ ആണെന്ന് നമ്മൾ നോക്കിയല്ലേ. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരിക്കൽ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു ഞാൻ എന്തെന്ന് കൊടുത്തു, 2c എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബോത്ത് സൈഡ്സ് സ്ക്വയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് വശങ്ങളും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും, 4c സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 4c സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ല് ഇക്വേഷൻ 1നെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ നേരത്തെ നമുക്ക് എന്തെന്ന് കിട്ടി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് കൊടുക്കാം. ദെൻ b സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇവിടെ ഡിവൈഡ് ആവും അല്ലേ. ദെൻ 4/2c സ്ക്വയർ. ദെൻ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് കിട്ടി. therefore b സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് കിട്ടി, 2c സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ b സ്ക്വയർ എന്ന് പറയുന്നത് ആൽസോ ഡിവിസിബിൾ ബൈ 2. 2ൽ ഡിവിസിബിൾ ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ b എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 2ൽ ഡിവിസിബിൾ ആകും. b സ്ക്വയർ എന്ന് പറയുന്നത് 2ൽ എന്താവും, ഡിവിസിബിൾ ആവും. അങ്ങനെയാണെങ്കിൽ therefore b സ്ക്വയർ ഈസ് ആൽസോ ഡിവിസിബിൾ ബൈ 2. ഇവിടെ a എന്ന് പറയുന്നതും 2ൽ ഡിവിസിബിൾ ആകും. അതുപോലെ തന്നെ b എന്ന് പറയുന്നത് എന്താവും, 2ൽ ഡിവിസിബിൾ ആവുന്നത് കൊണ്ട് തന്നെ എക്കും ബിക്കും സെയിം കോമൺ ഫാക്ടർ ആണ് കിട്ടിയത് അല്ലേ. ഏതാ, 2 ആണ് അല്ലേ. ദെൻ a and b have a common factor 2. എക്കും ബിക്കും ഒരുപോലത്തെ ഒരു കോമൺ ഫാക്ടർ ആണ് കിട്ടിയത് അല്ലേ, 2. This contradicts our assumption that a by b is rational. നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്തത്, a by b എന്നുള്ളൊരു റാഷണൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്ത് ഇത്രയും എത്തിയത് അല്ലേ. a and b do not have any common factor other than 1. 1 അല്ലാതെ വേറൊരു കോമൺ ഫാക്ടറും എക്കും ബിക്കും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. സോ a by b എന്ന് പറയുന്നത് എന്തല്ല, റാഷണൽ അല്ല, ഇറ്റ് ഈസ് എ ഇറാഷണൽ. Then root 2 is not rational. Therefore root 2 എന്ന് പറയുന്നത് എന്താ,
ഇറാഷണൽ നമ്പർ ആണ്. ദെൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.